നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വകാര്യ വിദേശ സർവകലാശാല വിഷയത്തിൽ CPM-ൽ സർവത്ര ആശയക്കുഴപ്പം. വീണ്ടും ന്യായീകരണവുമായി പാർട്ടി സെക്രട്ടറി. ബജറ്റിൽ വിദേശ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനത്തെ ചൊല്ലി CPM-ൽ സർവത്ര ആശയക്കുഴപ്പമാണിപ്പോൾ. ഭിന്നാഭിപ്രായവുമായി പോഷക സംഘടനകളും നേതാക്കളും രംഗത്ത് വന്നത് ഔദ്യോഗിക നേതൃത്വത്തിന് തലവേദനയാകുന്നു. CPM-ൽ മാത്രമല്ല, LDF-ലെ ഘടകകക്ഷികൾക്കിടയിലും പോഷക സംഘടനകളിലും ബജറ്റ് പ്രഖ്യാപനത്തിൽ കടുത്ത അമർഷമാണ് ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടർവൽക്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ ആദ്യം തള്ളുക പിന്നെ കൊള്ളുക എന്ന നയമാറ്റം എല്ലാ കാലത്തും CPM-ന്റെ നിലപാട് തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ എടുത്ത തീരുമാനം പാർട്ടിയുടെ പോഷക സംഘടനയ്ക്കുള്ളിലും പാർട്ടി അണികളിലും സജീവ ചർച്ചയായിരിക്കുകയാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്ത് കൂത്തുപറമ്പിൽ 5 പേർ രക്തസാക്ഷികളായതും ജീവിക്കുന്ന രക്തസാക്ഷിയായി കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ കിടക്കുന്ന സഖാവ് പുഷ്പനും CPM-ന്റെ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹ മാധ്യമങ്ങളിലുമൊക്കെ സജീവ ചർച്ചാ വിഷയമാവുകയാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്ത് കൂത്തുപറമ്പിൽ 5 പേർ രക്തസാക്ഷികളായതും ജീവിക്കുന്ന രക്തസാക്ഷിയായ കിടന്ന കിടപ്പിൽ എഴുന്നേൽക്കാനാവാതെ കഴിയുന്ന സഖാവ് പുഷ്പനും CPM-ന്റെ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹ മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമാവുകയാണ്. പാർട്ടി നേതൃത്വം രക്തസാക്ഷികളോടും പുഷ്പനോടും പരസ്യമായി മാപ്പ് പറയണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കിടയിൽ നിന്നും ഉയരുന്നത്. സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും മാറ്റമില്ലെന്ന് ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. സ്വകാര്യ മൂലധനത്തിന് പാർട്ടി എതിരല്ല, ഒരിക്കലും എതിര് നിന്നിട്ടുമില്ല. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനം വരുന്നതിൽ തെറ്റില്ല, സർക്കാർ നിയന്ത്രണം ഉണ്ടാകണമെന്ന് മാത്രം. അതിന് തയ്യാറാകുന്നവർ മാത്രം വന്നാൽ മതി. വിദ്യാർത്ഥികൾ വിദേശത്ത് പഠനത്തിന് പോകുന്നത് കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ഇവരുടെ വാദം. സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച് മന്ത്രിമാരിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. SFIയുടെ എതിർപ്പ് അവരുമായി ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തിന്റെ നിലപാട് നിഷേധാത്മകമാണെന്നും ഗോവിന്ദൻ പറയുന്നു. കേരളത്തിന്റെ വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം ഇനി അങ്ങോട്ട് ആവശ്യമാണെന്ന് ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. EMSന്റെ കാലം തൊട്ടേ ഇവിടെ സ്വകാര്യ മേഖലയുണ്ട്. സ്വകാര്യ മേഖല വേണ്ടെന്ന് പറഞ്ഞല്ല പണ്ട് സമരം നടത്തിയത്. ആഗോളവൽക്കരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. സ്വകാര്യ മൂലധനത്തെ അന്നും ഇന്നും എതിർത്തിട്ടില്ല, ഇനി എതിർക്കുകയുമില്ല. ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്നും ഗോവിന്ദൻ പറയുന്നു. SFIക്ക് പിന്നാലെ ഘടകകക്ഷിയായ CPI വിദ്യാർത്ഥി സംഘടന AISF-ഉം ബജറ്റ് തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ വിദേശ സർവകലാശാല സംബന്ധിച്ച് പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും പ്രതികരിച്ചിരുന്നു. ധനകാര്യപരമായ സാധ്യതകളെ കുറിച്ചാണ് ബജറ്റിൽ സംസാരിച്ചതെന്നും ബിന്ദു വിശദീകരിക്കുകയുണ്ടായി. CPM ദേശീയ നേതൃത്വത്തിന്റെ നയം വിദേശ സർവകലാശാലയ്ക്കെതിരാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും PB അംഗങ്ങളായ MA ബേബിയും അടക്കമുള്ള നേതാക്കൾ അതൃപ്തിയിലാണെന്നാണ് സൂചന. വിദേശ സർവകലാശാല സംബന്ധിച്ച കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടില്ലെന്ന വാർത്ത മന്ത്രി നിഷേധിക്കുന്നില്ലെന്നും ചർച്ചയായിരിക്കുകയാണ്. വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ ധനമന്ത്രി പറഞ്ഞത് അന്തിമ തീരുമാനമല്ല, കിട്ടാവുന്ന സാധ്യത ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ധനമന്ത്രി പറഞ്ഞത്. വിദേശ സർവകലാശാലകളുടെ വാണിജ്യ താല്പര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികൾ കബളിപ്പിക്കപ്പെടുമോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം പാർട്ടിയിലെയും സർക്കാരിന്റെയും ആശയക്കുഴപ്പമാണ് വ്യക്തമാക്കുന്നത്. ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിശ്ചയിക്കാനും സ്വയംഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള UGC നീക്കത്തെ എതിർക്കുന്നതായിരുന്നു CPM നയം. UGCയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ലെന്ന് കഴിഞ്ഞ വർഷം CPM പരസ്യ നിലപാടെടുത്തിരുന്നു. ഇതിനിടയിലാണ് സംസ്ഥാന ബജറ്റിൽ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്ത നിലപാടുണ്ടായത്. ഇത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കി എന്നാണ് നേതാക്കളുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പോഷക സംഘടനകളുടെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെയാണ് കുട്ടി സഖാക്കളും DYFIക്കാരും ഒക്കെ പാടുന്നത്. ഇനി ഈ വിപ്ലവഗാനത്തിലൂടെ തിരിച്ച് പിണറായി വിജയനോടും MV ഗോവിന്ദനോടും ധനമന്ത്രി ബാലഗോപാലിനോടും ഒക്കെയാണ് ചോദിക്കേണ്ടത്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, ആ രണഗാഥയെ അറിയാമോ എന്നൊക്കെ. സാധാരണക്കാർ ഞങ്ങൾക്ക് ഏവർക്കും അറിയാം, പുഷ്പനെ അറിയാം, ആ രണഗാഥയും അറിയാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലുണ്ടായ മൂല്യശോഷണത്തെക്കുറിച്ചും ഇപ്പോൾ പറയുന്നു സ്വകാര്യ നിക്ഷേപത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന്, സ്വകാര്യ മൂലധനത്തെ എതിർത്തിട്ടില്ല എന്ന്. ശരിയാണ്, സ്വകാര്യ മൂലധനത്തെ CPM-ന് എതിർക്കാൻ കഴിയില്ല. കാരണം പാർട്ടി സെക്രട്ടറി ആയ ശേഷം മുഖ്യമന്ത്രി തലത്തിലേക്ക് വരുമ്പോൾ സ്വകാര്യ മൂലധന നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരാളാണ് പിണറായി വിജയനും മകളുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി സ്വകാര്യ മൂലധനത്തെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല. ഏതായാലും ഒരു 5 തലമുറയ്ക്ക് കഴിയാനുള്ള തുക പിണറായി വിജയന്റെ മകളുമൊക്കെ സ്വകാര്യ മൂലധനം എന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇന്ന് പിണറായി വിജയൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും.
അത് ഇപ്പോൾ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ സ്വകാര്യ മൂലധനത്തെ ഇനി ഒരിക്കലും, അത് മാത്രമല്ല ഒരിക്കലും ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പാർട്ടിയിലെ ഓരോ സഖാക്കന്മാരുടെയും കാര്യമെടുത്താൽ മിനി കൂപ്പർ വാങ്ങിക്കുന്ന തൊഴിലാളി നേതാവ് മുതൽ 20 കോടി സമ്പാദിച്ച ക്ലീനർ വരെയുള്ളവരുടെ നിര അങ്ങനെ നീണ്ടുപോവുകയാണ്. അങ്ങനെ ഏതായാലും സ്വകാര്യ മൂലധനത്തിന്റെ സമാഹരണം ഉണ്ടായതോടുകൂടി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിലെ ഖജനാവിൽ ഒരു അരിമണിക്കുള്ള തുക പോലും ബാക്കിയില്ല എന്നുള്ളതാണ്. സാധാരണക്കാരന് പെൻഷനും ആനുകൂല്യങ്ങളും ഭിന്നശേഷിക്കാർക്കടക്കം പെൻഷനും പോലും കൊടുക്കാനില്ലാതെ വരുമ്പോഴാണ് ഈ സ്വകാര്യ മൂലധന നിക്ഷേപവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.